ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ആഴ്ചയിലെ മുഴുവൻ വിശേഷത്തിലേക്ക് സ്വാഗതം കേട്ടോ. ഭയങ്കര ട്രാജഡി ആയിട്ടുള്ള ഒരു ആഴ്ചയാണ് നമുക്ക് ഇനി വരാൻ പോണത്. മഹേഷിന് ഭയങ്കര ഗുരുതരമായിട്ടുള്ള ഒരു ആക്സിഡന്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ രജനിയാണെങ്കിൽ കൂട്ടുകാരത്തിനെ വിളിക്കുന്ന ഭാഗമാണല്ലോ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടത്. അപ്പൊ നമ്മൾ ഇനി കാണാൻ പോണത് എന്താ വെച്ചാല്, ആ കൂട്ടുകാരി ആകാശും കൂടി ഒന്നിക്കുകയാണ്. രചന അറിയാതെ പല ഗൂഢാലോചനകളും രണ്ടുപേരും കൂടി അങ്ങോട്ട് ചെയ്യുക കേട്ടോ. അപ്പോ ആ രചന ഇല്ലാത്ത സമയത്ത് സുഗതി ആണെന്നുണ്ടെങ്കിൽ ആകാശിനോട് പറയണ്ട്, എനിക്കധികം സമയമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് മഹേഷിനെ തീർക്കണം, തിരിച്ചു പോണം, അതാണ് എനിക്ക് എന്റെ കമ്പനി തന്നിരിക്കുന്നത് ഓഫർ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നല്ല പ്രൊമോഷൻ കിട്ടും എന്ന് പറയുമ്പോൾ ആകാശ് പറയണ്ട്, അങ്ങനെ സുഗതി ചെയ്യുകയാണെങ്കിൽ സുഗതിക്ക് എന്റെ വകയും കൈ നിറയെ സമ്മാനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഈ യാത്ര നമ്മൾ ഒന്നിച്ചു നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സുഗതിയും ആകാശം കൈ കൊടുക്കാട്ടോ. അപ്പൊ ഇവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ ആദ്യക്ക് ഭയങ്കര സംശയമൊക്കെ തോന്നുന്നുണ്ട്. ആദ്യം ഈ കാര്യമാണെങ്കിൽ രചന അടുത്ത് പറയണ്ട, അമ്മ ഇവരുടെ സംസാരം ഒന്നും അത്ര ശരിയല്ല, അമ്മ ഇല്ലാത്ത സമയത്ത് എന്തൊക്കെയോ ഗൂഢാലോചനകൾ ചെയ്യുന്നുണ്ട്, കൂടുതലും ഡാഡിയുടെ പേര് അവർ പറയുന്നുണ്ടെന്ന് പറയുമ്പോ അത് രണ്ടുപേരുടെയും പൊതുശത്രു ആണല്ലോ നിന്റെ ഡാഡി, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയണത്. പക്ഷെ അവരൊന്നും ചെയ്യത്തൊന്നുമില്ല, കാരണം സുഗതി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അവൾക്കറിയാം എനിക്ക് മഹേഷിനോടുള്ള സ്നേഹവും പ്രണയവും ഒക്കെ, അതുകൊണ്ട് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യക്ക് അത് വലിയ വിശ്വാസമൊന്നും ഇല്ല. ആദ്യമാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്, ഇവരെന്താണ് ഈ ഗൂഢാലോചന ചെയ്യണതൊക്കെ അറിയാനായിട്ട്. അങ്ങനെ രചന പറയണ്ട്, ഒരു ദിവസം ഇങ്ങനെ പിറ്റേ ദിവസം സുഗതി എടുത്ത് പറയാണ്, നാളെ അവര് ടൂറ് പോകുകയാണെന്ന് കേട്ടത്, ടൂറ് പോവാണെങ്കിൽ രണ്ടുപേരും കൂടി ഒന്നിക്കോന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, അവര് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല, എനിക്ക് ഒരിക്കലും മഹേഷിന്റെ ജീവിതത്തിലേക്ക് പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല സുഗതി എന്ന് പറയണം. അത് കേൾക്കണ സുഗതി പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട രചന, ഞാനില്ല നിന്റെ കൂടെ, നോക്ക് ഒരിക്കലും അവര് തമ്മിൽ ഒന്നാവില്ല. അല്ല ഞാൻ നിന്നോട് സംശയം ചോദിക്കട്ടെ രചന, എന്താ, അല്ല ഇവര് ടൂറ് പോയാലേ ഒന്നാകുന്നുണ്ടോ, അവര് ചിലപ്പോ റൂമിൽ നിന്ന് ഒന്നായിക്കൂടെ, അല്ല ടൂറ് പോകുമ്പോ മാത്രം ഒന്നാകുള്ളൂ, അങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? എടി അത് അങ്ങനല്ല കാര്യം, അവർക്ക് വീട്ടിൽ ഒന്നാവാനുള്ള സിറ്റുവേഷൻ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് രണ്ടുപേരുടെ ടൂറ് പോകാൻ, പിന്നെ ജീവിതം പുതിയതായിട്ട് തുടങ്ങാൻ പോകണല്ലേ, അതിന്റെ ഒരു പുതുമയൊക്കെ ഉണ്ടാകുമല്ലോ, അതുകൊണ്ടിട്ടായിരിക്കും. എന്തായാലും വേണ്ട, അവര് ടൂറ് പോകണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ടൂറ് പോകാൻ പോയപ്പോ എന്റെ മോളുണ്ടല്ലോ ചിപ്പി, അവള് ജസ്റ്റ് ഒന്ന് വാതിലും തല മുട്ടി നെറ്റി ഒന്ന് പൊട്ടി, 2 സ്റ്റിച്ച് ഇടേണ്ടി വന്നു, അത് പിന്നെയാണ് അവര് ടൂറും വേണ്ടെന്ന് വെച്ചിട്ട് അവര് തിരിച്ചു വന്നതെന്ന് പറയാണ്. പക്ഷെ ഈ പ്രാവശ്യം ഒരു കുഴപ്പമില്ല, എന്റെ മോളെയും കൂട്ടിക്കൊണ്ട് അവര് ടൂർ പോകാൻ പോണതെന്ന് പറയുമ്പോ സുഗതി പറയുന്നുണ്ട്, അപ്പൊ അതെങ്ങനെ ഹണിമൂൺ ട്രിപ്പ് ആകും, അവര് മോളെയും കൂട്ടിക്കൊണ്ടല്ലേ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും, പക്ഷെ എന്നാലും അതൊരു ഹണിമൂൺ ട്രിപ്പ് പോലെ ആടി, അവര് ടൂർ പോകണ്ട, എനിക്ക് അത്രേ ഉള്ളൂ. ഓ എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, മഹേഷിന് ചെറിയൊരു ആക്സിഡന്റ് വരുത്താം. ആക്സിഡന്റോ, നീ എന്തൊക്കെയാണ് പറഞ്ഞത്, മഹേഷിന്റെ മേത്ത് ഒരു പൊടി വീഴുന്ന പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെയാണോ ആക്സിഡന്റ്? എടി ചെറുതായിട്ട് വണ്ടി ഒന്ന് റോട്ടിലേക്കൊന്ന് മുട്ടുന്നു, അത്രേ ഉള്ളൂ, അതൊരു അവശകുനായിട്ട് എടുക്കാം, ചിലപ്പോ മഹേഷിന്റെ കൈയോ തലയോ ചെറുതായിട്ടൊന്ന് പൊട്ടിയേക്കാം, അത്രേ ഉള്ളൂ. എടി അതൊന്നും വേണ്ടി, ഇത് കുറച്ച് റിസ്ക് ആണ്, എടി റിസ്ക് എടുത്താലേ നല്ല ഫലം ഉണ്ടാവുള്ളൂ, നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറയാണ്. ശരി, വേറൊന്നും സംഭവിക്കില്ലല്ലോ അല്ലെ, നിനക്ക് അവിടെ ടൂറ് മുടങ്ങണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ടോ? ഉണ്ടടി, ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹമുണ്ട്, എങ്കിലേ ഇതേ ഉള്ളു വഴി എന്ന് പറയാണ്. ശരി എങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മഹേഷ് ഭയങ്കര സന്തോഷത്തിലായിട്ട്, കാരണം പിറ്റേ ദിവസം ടൂറ് പോകാൻ പോവാണല്ലോ. അങ്ങനെ മഹേഷ് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാണ്. തൊട്ട് പിന്നാലെ തന്നെ രചനയും സുഗതിയും കൂടിയിട്ട് കാർ എടുക്കുന്നുണ്ട്. അപ്പൊ സുഗതി ഇങ്ങനെ ആണ് കാർ ഇങ്ങനെ രചനയുടെ അടുത്താണ് ഓടിക്കാൻ പറഞ്ഞത്, കാരണം ക്യാമറയിൽ എങ്ങാനും റോഡിലെ ക്യാമറയിൽ എങ്ങാനും പതിയാണെങ്കിൽ രചനയുടെ തലയിൽ കുറ്റമിടാം, അതാണ് അവളുടെ ഉദ്ദേശം കേട്ടോ. പക്ഷെ അതിന് മുമ്പ് തന്നെ ആകാശം ഈ പെണ്ണും കൂടിയിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു, രചനയുടെ വണ്ടി വേറൊരു വണ്ടിയായിട്ട് ഇടിപ്പിക്കാൻ പോണ പോലെ ആക്കണം. അപ്പൊ രചന പെട്ടെന്ന് വണ്ടി വെട്ടിക്കുമ്പോൾ മഹേഷിന്റെ വണ്ടി മുട്ടണം, മഹേഷിന് വലിയ ആക്സിഡന്റ് സംഭവിക്കണം, ഇതാണ് ഇവരുടെ ലക്ഷ്യം, മഹേഷ് മരിക്കണം. പക്ഷെ രചനക്ക് അതൊന്നും മനസ്സിലാവുന്നേ ഇല്ല. രചന അങ്ങനെ പോണ സമയത്ത് രചനയുടെ വണ്ടിയല്ല വേറൊരു വണ്ടി വന്നിട്ട്, അത് സുഗതിയുടെയും അതുപോലെ തന്നെ ആകാശം പറഞ്ഞ ഗുണ്ടകളുടെ വണ്ടി വന്നിട്ട് മഹേഷിന്റെ വണ്ടിക്ക് നേരെ മുട്ടുക കേട്ടോ. മഹേഷിന്റെ വണ്ടി ശരിക്കും മറിഞ്ഞിങ്ങനെ വീഴുന്നുണ്ട്, അതിനുള്ളിൽ ആള് ജീവനോടെ ഇല്ലാന്ന് തന്നെ നാട്ടുകാർ ഫുള്ളും വിചാരിക്കുകയാണ്. പക്ഷെ മഹേഷിന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ മഹേഷിന്റെ തലയെല്ലാം പൊട്ടി വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് മഹേഷിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് കേട്ടോ. അപ്പോ ഇഷിത ഈ കാര്യം അറിയുന്നുണ്ട്. ഇഷിത അപ്പൊ തന്നെ കയ്യും കാലൊക്കെ ആകെ വിറച്ച്, ഇഷിത ആകെ പരിഭ്രമിച്ച് എന്തോ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇഷിത അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ ICUയുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഓടുകയാണ്. അപ്പോഴേക്കും മഹേഷിനെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി മഹേഷിനെ കാണണമെന്ന് പറഞ്ഞ് ഇഷിത ഭയങ്കര ബഹളം ഉണ്ടാക്കുക കേട്ടോ. ആ സമയത്ത് രചനയും അവിടെ ഇരുന്ന് കരയുന്നുണ്ട്, ഈശ്വര മഹേഷിന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിപ്പിയുണ്ട്, ആദ്യമുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ വിവരം അപ്പോൾ തന്നെ നമ്മുടെ സ്വപ്നവല്ലിയും അതുപോലെ തന്നെ
നമ്മുടെ സ്വപ്നവല്ലി രാമനാഥൻ അറിയണ്ട, അവര് കരഞ്ഞോണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുവാട്ടോ. അതുപോലെ തന്നെ പ്രിയാമണിയും എല്ലാവരും അറിയണം. പ്രിയാമണിക്ക് അപ്പോഴും വിഷമം, അയ്യോ തന്റെ മോളിൽ ടൂർ മുടങ്ങിയല്ലോ എന്നോർത്തിട്ടാണ് അവരിങ്ങനെ വിഷമിക്കണത്. അങ്ങനെ ഇഷിതയാണെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഡോക്ടർമാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, മഹേഷിന് ഇപ്പൊ എങ്ങനെയുണ്ട്, മഹേഷിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ ഇഷിതടുത്ത് തുറന്ന് പറയാണ്, ഡോക്ടർ ഇഷിത, നിങ്ങളൊരു ഡോക്ടറാണ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ ആ സത്യം പറയാം. മഹേഷിന്റെ കാര്യം ഭയങ്കര ഗുരുതരാവസ്ഥയാണ്, 90% ഭയങ്കര ഡേഞ്ചർ അവസ്ഥയാണ്, 10% മാത്രമേ വിജയ സാധ്യതയുള്ളൂ ഈ ഓപ്പറേഷന് എന്നൊക്കെ ഞാൻ പറയാണ്. അയ്യോ എങ്ങനെയെങ്കിലൊക്കെ രക്ഷിക്കണം, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിക്കാൻ ചോദിച്ചത് ആ ഒരു മാനസികാവസ്ഥയില്. അപ്പൊ ഡോക്ടർമാര് പറയണ്ടേ, ഈ അവസ്ഥയിൽ എവിടെ കൊണ്ടുപോയിട്ടും കാര്യമില്ല, ഇവിടെ നിന്ന് അദ്ദേഹത്തിന് അനക്കാൻ പോലും പറ്റില്ല, വെന്റിലേറ്ററിൽ മാറ്റണമെന്ന് പോലും ഞങ്ങൾ ചിന്തിക്കുകയാണെന്ന് പറയുമ്പോൾ, അയ്യോ സർ വെന്റിലേറ്ററിൽ മാറ്റരുത്, മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അദ്ദേഹത്തിനെ രക്ഷിക്കാൻ സാധിക്കില്ല, അദ്ദേഹം രക്ഷപ്പെടും, എന്നെ മക്കളെയും വിട്ടേച്ച് അദ്ദേഹത്തിന് ഒരിക്കലും എവിടെയും പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇഷിത പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും പ്രിയാമണിയൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. പ്രിയാമണിയുടെ മേത്ത് പൊട്ടിക്കരഞ്ഞോണ്ട് ഇഷിത ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ആ സമയം രചനയുടെ അടുത്ത് ഒരു സംശയം പോലെ മഞ്ജുമക്ക് തോന്നാണ്. രചന അടുത്ത് കാര്യം ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ രചന മഞ്ജുവിനെ ഓടിച്ചു വിടട്ടെ, ഈ സമയത്ത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആദ്യക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. ആദ്യ ആ സംശയങ്ങളൊക്കെ ഇഷിതടുത്ത് പറയും, പക്ഷെ അത് ഈ ആഴ്ച അല്ല അടുത്ത ആഴ്ചയായിരിക്കും. എന്തായാലും ഈ ആഴ്ച മഹേഷ് ജീവൻ മരണ പോരാട്ടത്തിന്റെ ഭാഗങ്ങളാട്ടോ കാണിക്കണത്. മഹേഷിന്റെ അവസ്ഥ എന്ന് പറയുന്നത് തലയൊക്കെ പൊട്ടി ചോരയൊക്കെ വന്ന് ചിപ്പിയൊക്കെ വളരാതെ അപ്സെറ്റ് അവസ്ഥയിലാണ്ടോ. അയ്യോ തന്റെ അച്ഛൻ എന്ത് സംഭവിച്ചു, തന്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന രീതിയിലാണ്. അപ്പൊ നാട്ടുകാരൊക്കെ ഇഷിതടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് പൾസ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോ ഇഷിതൊക്കെ ടെൻഷൻ ആവാണ്. ഇഷിത അപ്പൊ തന്നെ സർജനെ പോയി കാണുന്നുണ്ട്. സർജനോട് ചോദിക്കണ്ട്, എനിക്കൊന്ന് മഹേഷിനെ കാണണം, എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല, ഞാനൊരു ഡോക്ടർ അല്ലേ എന്ന് പറയുമ്പോൾ സർജൻ പറയുന്നുണ്ട്, നിങ്ങളൊരു ഡോക്ടർ തന്നെ ശരിയാണ്, പക്ഷെ നിങ്ങളുടെ ഭർത്താവാണ് അകത്ത് കിടക്കണത്, ഈ അവസ്ഥ നിങ്ങൾ കാണണ്ട, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇഷിത ഇല്ല എനിക്ക് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് കയറാണ്, മാസ്ക് ഒക്കെ വെച്ചിട്ട് കയറുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഡോക്ടർമാരുടെ അടുത്തേക്ക് ഇഷിത പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ ഇദ്ദേഹത്തിനെ രക്ഷിക്കണം, എന്റെ ജീവിതം ഒന്ന് കര കയറാൻ തുടങ്ങിയതും എനിക്ക് ജീവിക്കണം എന്നൊരു ആഗ്രഹം വന്നു തുടങ്ങിയതും മഹേഷ് എന്റെ ജീവിതത്തിൽ വന്നേ പിന്നെയാണ്. മഹേഷ് എനിക്ക് പിന്നെ ഇഷിത ഇല്ല, മഹേഷ് എന്നെ വിട്ടു പോവാണെങ്കിൽ ഞാനും മഹേഷിനെ വിട്ടു പോകും, ഞാൻ എല്ലാവരും വിട്ടു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത ഇങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ. അതേസമയം നമ്മുടെ ഡോക്ടർ ദേവികയാണെന്നുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ ഇഷിതടുത്ത് പറയുന്ന ഭാഗങ്ങളും അടുത്ത ആഴ്ച തന്നെയാണ്. എന്തായാലും അവരുടെ രണ്ടാമത്തെ ടൂർ മുടങ്ങിയെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. ഇനി എന്തായാലും ടൂർ ഒന്നും പോകാൻ നിൽക്കൊന്നുമില്ല കേട്ടോ. അവരുടെ ആ റൂമിൽ തന്നെ ഒരു ഫസ്റ്റ് നൈറ്റിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ നടത്തിയാൽ പോരെ, കുറച്ച് പൂക്കൾ വെച്ചിട്ടും കുറച്ച് മധുരമൊക്കെ വെച്ചിട്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ചെയ്യുള്ളൂ. ഇനി എന്തായാലും ടൂർ എന്ന് പറഞ്ഞ് പോകാൻ പോണില്ല, കാരണം ഇത്രമാത്രം അപകടം പറ്റിയ ആൾ എന്ത് ടൂർ പോകാനായി, ഇനി 2 പ്രാവശ്യം ടൂർ മുടങ്ങിയതല്ലേ, അതുകൊണ്ട് ഇനി ടൂറും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള പ്രൊമോ തന്നെയാട്ടോ വന്നിരിക്കുന്നത്, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് പിന്നിൽ രചനയാണോ ഇല്ലയോ എന്നുള്ള സത്യം അറിയോ എന്നുള്ളതാണ് നമുക്കിനി കാണേണ്ടത്. അപ്പൊ ഒരു പ്രൊമോ കൂടി വരാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ഉച്ചക്കുള്ള പ്രൊമോ ഉണ്ടല്ലോ അത് വന്നിട്ടില്ല, അത് വരുവാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ വിവരങ്ങൾ കാണിക്കുമായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മുടെ ഈ പരമ്പര ഇഷ്ടം മാത്രം ഇനി മുതൽ 2 മണിക്കാണ് കേട്ടോ. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.